ഇന്നലെ കോട്ടയത്ത് KPCC സംസ്കാര സാഹിതിയുടെ ഉത്സവ് 2026 മേളയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പ്രേംകുമാർ പങ്കെടുത്തിരുന്നു. എന്നാൽ ആ വേദിയിൽ ഇടതുപക്ഷത്തിനെതിരെയോ സർക്കാരിനെതിരെയോ അദ്ദേഹം പരസ്യമായി വിമർശിക്കാതെ ഇരുന്നതും ശ്രദ്ധേയമായി മാറി. കലാകാരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എടുത്തു പറഞ്ഞ് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സംഭാവനകളെ പുകഴ്ത്തി വർഗീയക്കെതിരെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നിച്ച് നിൽക്കണമെന്നാണ് കോൺഗ്രസ് വേദിയിൽ പ്രേംകുമാർ പറഞ്ഞത്. മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള ചില ശക്തികൾക്കെതിരെ കോൺഗ്രസും ഇടതുപക്ഷവും ഒന്നിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ലെന്നാണ് പ്രേംകുമാർ മറുപടി നൽകിയത്. നിലവിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല, ഒരു ഓഫറും കിട്ടിയിട്ടുമില്ല. ഇപ്പോൾ പ്രചരിക്കുന്നത് വെറും വാർത്തകൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മുൻകൂട്ടി അറിയിക്കാതെ തന്നെ നീക്കിയതിൽ പ്രേംകുമാർ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. കവി സച്ചിദാനന്ദന് നൽകുന്ന പരിഗണന തനിക്ക് ലഭിച്ചില്ലെന്നും ഇതൊരു ഇരട്ട നീതിയാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം കോൺഗ്രസിന്റെ വേദിയിൽ എത്തിയത്. എന്നാൽ KPCCയുടെ സംസ്കാര ഉത്സവ് 2026 വേദിയിൽ കോൺഗ്രസ് നേതൃത്വത്തെ വേദിയിലിരുത്തി ശക്തമായ ഒരു വിമർശനം അദ്ദേഹം നടത്തിയിരുന്നു. സദസ്സിൽ വന്നിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടർന്നത്. ഇത് നമ്മളൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്. ഒരു ചടങ്ങിൽ 5 or 6 നിരകളായി കസേരകളിട്ട് കോൺഗ്രസ് നേതാക്കൾ ഇരിക്കുന്നത് പതിവ് കാഴ്ചയാണ്. അതിൽ നിന്നും 4-5 പേർ മാത്രമാണ് പലപ്പോഴും പ്രസംഗിക്കാനായി വരുന്നത്. A മുതൽ Z വരെയുള്ള ഗ്രൂപ്പുകളുടെ ആളുകൾക്ക് വേദിയിൽ തന്നെ ഇരിക്കണം എന്ന നിർബന്ധമാണ് ഇതിന് കാരണം. അവരെ പിണക്കിയാൽ പാർട്ടി വിട്ടു പോകും, അല്ലെങ്കിൽ മറ്റുള്ള കോൺഗ്രസ് നേതാക്കൾ ചെയ്ത എന്തെങ്കിലും അഴിമതിയൊക്കെ അവർ പരസ്യമായി വിളിച്ചു പറയും. അതുകൊണ്ട് ആരെയും പിണക്കേണ്ടെന്ന് കരുതി വെള്ള ഷർട്ടിട്ട എല്ലാവരെയും നേരെ സ്റ്റേജിൽ കയറ്റി ഇരുത്തുന്നതാണ് കോൺഗ്രസിന്റെ പതിവ് പാരമ്പര്യം. അതിനെയാണ് പ്രേംകുമാർ നന്നായിട്ടൊന്ന് പരിഹസിച്ചത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സാറിനും ചെന്നിത്തലക്കും VD സതീശനുമൊന്നും ഈ സ്റ്റേജിലെ തിരക്കൊരു വിഷയമേ അല്ല. ഇനിയിപ്പോൾ 10 കൊല്ലം കാത്തിരുന്ന ശേഷം കിട്ടിയേക്കാവുന്ന ഒരു വിജയം ഇല്ലാതാക്കാൻ ആരെയും പിണക്കാതെ ഇരിക്കാൻ തന്നെയാകും അവർ നോക്കുന്നത്. പാർലമെന്റ് അംഗങ്ങൾ നിയമസഭയിലേക്ക് മത്സരിക്കില്ലെന്നും താൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ലെന്നും വേണുഗോപാൽ പരസ്യമായി ആവർത്തിക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് നോട്ടമുണ്ടെന്ന് തന്നെയാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. വേണുഗോപാൽജി കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ തൊഴിലുറപ്പ് സ്ത്രീകളുടെ കൂടെ ഇരുന്നും കുടുംബത്തിലെ അടുക്കളയിൽ കയറിയും കപ്പയും മുളകും കഴിക്കുന്നതും ഫുഡ് ഡെലിവറി ബോയ്ക്കൊപ്പം സ്കൂട്ടറിന്റെ പിൻസീറ്റിലിരുന്ന് യാത്ര നടത്തുന്നതുമായ വീഡിയോകൾ ഇപ്പോൾ വൈറലാണ്. ഇതേപോലുള്ള തറപ്പരിപാടികൾ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതും ഇതേ വേണുഗോപാൽജിയാണെന്ന് ഒരു സംസാരമുണ്ട്. അല്ലെങ്കിൽ ഉണ്ടൻപൊരി തിന്നാൻ രാഹുൽ ഗാന്ധി കടയിൽ കയറി വരില്ലായിരുന്നു. ഒരു കാലത്തും രാഹുൽ ഗാന്ധി മുന്നോട്ട് കുതിക്കരുതെന്ന ചിന്തയാണ് അതിന് പിന്നിലെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം എത്ര ഗ്രൂപ്പുകൾ ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടെന്ന കാര്യം. ജയിച്ചാൽ സ്ഥാനമാനങ്ങൾക്കായി ഈ ഗ്രൂപ്പുകൾ എല്ലാം രംഗത്ത് വരും. ഇനി തോറ്റാൽ നേരെ BJPയിലേക്ക് ചാടാനും ഗ്രൂപ്പുകളും അതിൻ്റെ നേതാക്കളും ഇപ്പോഴേ തയ്യാറായി കഴിഞ്ഞു.